പരീക്ഷാ ഹാളുകളിലെ ക്രമക്കേട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. സർവകലാശാല പരീക്ഷകൾ ഇപ്പോഴും ക്രമ അനുസരിച്ചാണ് നടക്കുന്നതെന്ന് ആർക്കും അവകാശപ്പെടാനായി സാധ്യമല്ല. കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തുന്നതിന് ഇപ്പോഴും കോളേജുകളും സർവകലാശാലകളും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന ആക്ഷേപം പരക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ നടത്തിപ്പിലുള്ള ക്രമക്കേടുകൾ എപ്പോഴും വാർത്തകളായി നിറഞ്ഞു നിൽക്കാറുണ്ട്. അത് തടയാൻ ഉത്തരവാദപ്പെട്ട സർവകലാശാല അധികാരികളും അതുപോലെ തന്നെ കോളേജിന്റെ അധികാരികളും ഒരു പടിയൂടെ കടന്ന് സർക്കാരും കാര്യക്ഷമമായ നടപടികൾ എടുക്കുന്നില്ല എന്നതാണ് ഈ ക്രമക്കേടുകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നതിന്റെ പ്രധാനമായ കാരണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ്. അത്യന്താധുനികമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേടുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരീക്ഷയിൽ വാട്സാപ്പ് വഴിയാണ് കോപ്പി അടിച്ചത് എന്ന വാർത്ത എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. അത് നടത്തിയതാകട്ടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ്. ആ വിദ്യാർത്ഥി സംഘടനയുടെ പേരെടുത്തു പറയാതെ തന്നെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് ഏത് സംഘടനയാണ് എന്നുള്ളത്. അതുകൊണ്ട് പേരെടുത്ത് പറയാനായി ശ്രമിക്കുന്നില്ല. അദ്ദേഹം ചെയ്തത് പരീക്ഷാ ഹാളിൽ അദ്ദേഹം 2 മൊബൈൽ ഫോണുമായിട്ടാണ് പ്രവേശിച്ചത്. അതെന്തോ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ സംശയം തോന്നിയത് കൊണ്ടാകാം അതിന്റെ നിരീക്ഷകനായിരുന്ന അധ്യാപകൻ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ ഒരു മൊബൈൽ ഫോൺ അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തു. കാരണം ചട്ടപ്രകാരം പരീക്ഷാ ഹാളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 മൊബൈലിൽ ഒരെണ്ണം മാത്രമേ ഈ അധ്യാപകന് പിടിച്ചെടുക്കാനായി സാധിച്ചുള്ളൂ. മറ്റേത് അദ്ദേഹം വളരെ ഗോപ്യമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സാമർഥ്യം ഉപയോഗിച്ച് ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ ചോദ്യപേപ്പർ വാട്സാപ്പ് വഴിയായി കോപ്പി എടുത്ത് അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സുഹൃത്തിനെ അയച്ചു കൊടുത്തു. ആ സുഹൃത്തിനെ ഇങ്ങനെ കിട്ടുമെന്ന് നേരത്തെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ക്രമീകരണവുമായി ഏതാനും കിലോമീറ്റർ അകലെ കോളേജിന് പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഉള്ള വാർത്തകൾ ഏതോ ഒരു സംവിധാനത്തിലൂടെ എന്തോ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കഴക്കൂട്ടം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ജാഗ്രത പുലർത്തിയപ്പോഴാണ് ഈ കള്ളി മുഴുവൻ പുറത്തു കൊണ്ടുവരാനായി സാധിച്ചത്. അവരുടെ അന്വേഷണത്തിൽ അവർ ഈ പറയുന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തുകൊണ്ടിരുന്ന ആളിനെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിക്കുന്നതിനായി പോലീസ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് കേസിൽ പെടുത്തിയിട്ട് FIR ഇട്ടതിന് ശേഷം ആ കോപ്പി അടിക്കാൻ സഹായിച്ച ആളിനെ, അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്, മുൻ വിദ്യാർത്ഥിയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ താൽക്കാലികമായി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പരീക്ഷ എഴുത വിദ്യാർത്ഥി ഈ 2ാമത്തെ ഫോണും പിടിച്ചെടുത്തു എന്നറിഞ്ഞതോടുകൂടി പരീക്ഷാ ഹാളിൽ നിന്ന് ഉത്തരമെഴുതുന്ന പൂർത്തിയാക്കാതെ ഇറങ്ങി ഓടി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഒരളവ് വരെ ഇത് കേൾക്കുമ്പോൾ ഒരു രസകരമായ സംഭവമാണെന്ന് തോന്നുമ്പോഴും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതായ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും ആ കോളേജിന്റെ പ്രിൻസിപ്പലോ അവിടുത്തെ അധ്യാപകരോ സർവകലാശാലയ്ക്കാകട്ടെ പോലീസിനാകട്ടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ്. ഈ തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇത് സംബന്ധിച്ച ആ വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് നൽകി സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് ഈ വിദ്യാർത്ഥിയെ തുടർന്നുള്ള പരീക്ഷകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പതിവ്. എന്നാൽ ഈ പ്രിൻസിപ്പൽ ആകട്ടെ അധ്യാപകരാകട്ടെ നാളിതുവരെ
രേഖാമൂലം ഒരു പരാതി ഇതുവരെ പോലീസിനോ അതുപോലെ തന്നെ ഈ പറയുന്ന സർവകലാശാലയ്ക്കോ നൽകിയിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംഗതി നമ്മൾ കാണുന്നത് വിദ്യാലയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കോളേജുകളിലും സർവകലാശാല വകുപ്പുകളിലും ഒക്കെ കാണുന്നത്, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ ബോധപൂർവമുള്ള മൗനം അവലംബിക്കുകയാണ്. കാരണം അവർക്ക് തന്നെ ഒരു അരക്ഷിതാബോധമുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ കോപ്പി അടിക്കുന്നതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകന് സുരക്ഷിതമായി വീട്ടിലെത്താൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയും ഭയവുമുണ്ട്. അതിനോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സങ്കടകരമായ സാഹചര്യം, ഈ പിടിക്കുന്ന അധ്യാപകരിലും രാഷ്ട്രീയമായിട്ടുള്ള വിധേയത്വമുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ ഭരിക്കുന്ന കക്ഷിയോട് ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയിലെ അധ്യാപകരും ആ ഭരിക്കുന്ന കക്ഷിയോട് ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി സംഘടനയിലെ വിദ്യാർത്ഥികളും ക്രമക്കേടുകൾ കാണിക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ബോധപൂർവം കണ്ണടച്ചിരിക്കുന്ന അത്യന്തം ഖേദകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സർവകലാശാലകളിലും കോളേജുകളിലും നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാര്യവട്ടം കോളേജിൽ, ഗവൺമെന്റ് കോളേജിൽ നിന്ന് നാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ഇത് ഒരു സ്ഥിര സംഭവമാണെന്നാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. കാര്യവട്ടം കോളേജ്, ഗവൺമെന്റ് കോളേജ് ഈ അടുത്ത കാലത്തും കുപ്രസിദ്ധി നേടിയതാണ് അവിടുത്തെ റാഗിങ്ങിന്റെ പേരിൽ. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ സീനിയർ ആയിട്ടുള്ള 2-3 വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിക്കുകയും ഇടിമുറിയിൽ കൊണ്ടിട്ട് അതിപൈശാചികമായി അവനെ ഉപദ്രവിക്കുകയും ചെയ്ത കഥ പുറത്തു വന്നിട്ട് അധികം നാളുകളായില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് അതെല്ലാം പതിവ് പോലെ ഒരു ഒത്തുതീർപ്പിലായി എന്നുള്ളതാണ്. ഇവിടെ ഈ തരം റാഗിങ്ങിനും ഈ തരം പൈശാചികമായ പ്രവൃത്തികൾക്കും പിടിക്കപ്പെടുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് അവർ അഭയം തേടുന്നത് അവരുടെ രാഷ്ട്രീയ യജമാനന്മാരിലാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ട് ഈ റാഗിങ്ങിന് വിധേയമായിട്ടുള്ള കുട്ടിയെയും അവരുടെ രക്ഷിതാക്കളെയും സ്വാധീനിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തി കേസ് ഇല്ലാതെയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കോളേജുകളിൽ പൊതുവെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരം ക്രമക്കേടുകൾ പരീക്ഷകളിൽ ഉണ്ടാകുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ബോധപൂർവം കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഈ പരീക്ഷാ സമ്പ്രദായം ഇപ്പോഴും ഈ തരത്തിൽ ക്രമക്കേടുകൾ നിറഞ്ഞതാകുന്നത്. പുതിയതായിട്ടുള്ള 4 വർഷ ബിരുദ കോഴ്സുകൾ വന്നപ്പോൾ ഇതിന്റെ ആക്കം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് തുടങ്ങിയതായിട്ടുള്ള 4 വർഷ ബിരുദ കോഴ്സുകളിൽ 8 സെമസ്റ്ററുകളാണുള്ളത്. അതിനകത്ത് 1, 3, 5, 7 സെമസ്റ്ററുകളിൽ പരീക്ഷ നടത്തുന്നത് അതാത് കോളേജുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, സ്വാശ്രയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ ഒരു മത്സരമാണ്. അവർക്ക് പുതിയ വർഷം വിദ്യാർത്ഥികളെ കിട്ടണമെങ്കിൽ ആ കോളേജിലെ വിജയ ശതമാനം വളരെ കേമമാണെന്ന് ഊതിപ്പെരുപ്പിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ പിറ്റേ വർഷം അവിടെ കുട്ടികൾ ചേരാനുള്ളൂ. ഇപ്പോൾ തന്നെ പല കോളേജുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കാരണം പരമ്പരാഗതമായ വിഷയങ്ങളിലൊന്നും കുട്ടികൾ വേണ്ട രീതിയിൽ പ്രവേശനം നേടുന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ കേരളം വിട്ടും കേരളത്തിന് പുറത്തും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട പല കോളേജുകളിലും 50% താഴെ മാത്രമേ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ളൂ എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ കുറ്റമറ്റാക്കണമെന്ന് ഒരു ഭാഗത്തെ വീമ്പിളക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് നിലവാരം വാനോളം ഉയർത്തുമെന്ന് നാഴിക്ക് 40 വട്ടം ഉച്ചൈസ്തരം പുരപ്പുറത്ത് നിന്ന് ഘോഷിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഒരു സമയത്ത് ഈ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ സെമസ്റ്റർ പരീക്ഷകൾ സ്വന്തം നിലയിൽ നടത്തുമ്പോൾ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്ന വ്യാപകമായ പരാതി ഉണ്ടായപ്പോൾ ഈ സെമസ്റ്റർ സമ്പ്രദായം ആരംഭിച്ച കാലത്ത് ഈ പരീക്ഷകൾ നേരിട്ട് സർവകലാശാല നടത്തുന്ന രീതിയിലേക്ക് മാറ്റുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടതായി വന്നിരിക്കുന്നു. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിനേക്കാൾ വേഗത്തിൽ 2 ചുവട് പിന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഭ്രാന്തൻ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ
സർവകലാശാലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം രംഗം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും കൊണ്ടുവരാൻ രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ ഈ നടക്കുന്ന ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളാണ്. അതിന് മറുപടി പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. ഈ തരത്തിൽ കോപ്പി അടിച്ച് ബിരുദം നേടി പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ഗുണനിലവാരമാണ് അവകാശപ്പെടാനായിട്ടുള്ളത്? അതുകൊണ്ടാണ് ഏതാണ്ട് 68% 12ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകൾ തൊഴിലില്ലാതെ അലയുകയാണ് ഈ കൊച്ചു സംസ്ഥാനത്ത്. അപ്പോൾ ഈ തരത്തിൽ ക്രമവിരുദ്ധമായ നടപടികളിലൂടെ പരീക്ഷ പാസ്സാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് പോവുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അനുദിനം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരം ക്രമക്കേടുകൾക്ക് ഒത്താശ ചെയ്യുന്ന അധ്യാപകരെയും ആ കലാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രിൻസിപ്പലെയും ഒരു നിമിഷം പോലും അവിടെ ഇരുത്താൻ പാടില്ല. കർശനമായ നടപടികൾ അവരുടെ മേലും ഉണ്ടാകണം. ഈ ക്രമക്കേടുകൾ നടത്തുന്ന വിദ്യാർത്ഥികളുടെ മുകളിൽ മാത്രമല്ല, അതിന്റെ മുൻപിൽ കണ്ണടയ്ക്കുകയും അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന അമിതമായ രാഷ്ട്രീയ വിധേയത്വമുള്ള അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ആ ചുമതലയിൽ നിന്ന് മാറ്റി അവരുടെ മേലും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ ഈ ക്രമക്കേടുകൾക്ക് ഒരളവ് വരെയെങ്കിലും അറുതി വരുത്തി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം സംശുദ്ധമാക്കാനായി സാധിക്കുകയുള്ളൂ.